പക്ഷേ ഈ പാത്രത്തിലെ വെള്ളം കലങ്ങിയതാണെങ്കിൽ അതിലുള്ള സൂര്യപ്രതിബിംബം കലങ്ങുന്നതായി തോന്നും. സൂര്യൻ നിശ്ചലമാണ്, വെള്ളത്തിൽ പ്രതിബിംബിച്ചു, വെള്ളം ചലിക്കുന്നു, സൂര്യൻ ചലിക്കുന്നതായി തോന്നും. വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കിക്കൊള്ളുക. സാക്ഷാൽ സൂര്യന് ഒരു ചലനവുമില്ല. പക്ഷെ ഈ പാത്രത്തിലെ സൂര്യൻ, പ്രതിബിംബ സൂര്യൻ ചലിക്കുന്നതായി തോന്നും. പാത്രത്തിലെ വെള്ളം കലങ്ങിയാൽ പ്രതിബിംബ സൂര്യൻ കലങ്ങുന്നതായി തോന്നും. തെളിഞ്ഞാൽ പ്രതിബിംബ സൂര്യൻ തെളിഞ്ഞതായി തോന്നും. ഇതുപോലാണ് മനസ്സിൽ പരമാത്മാവ് പ്രതിബിംബിക്കുന്നു. മനസ്സിന് ചലനമുണ്ടോ, ജീവൻ പരമാത്മാവ് ചലിക്കുന്നതായി തോന്നും. മനസ്സിന് ദുഃഖമുണ്ടോ, ആത്മാവിന് ദുഃഖമുള്ളതായി തോന്നും. മനസ്സിന് ദുഃഖമില്ലേ, ആത്മാവിന് ദുഃഖമില്ല. ചുരുക്കത്തിൽ ചിത്തമാണ് എല്ലാം. ചിത്തമേവഹി സംസാര, ചിത്തമാണ് സംസാരം. അത് ചലിച്ചാൽ ഞാൻ, ആത്മാവ് ചലിക്കുന്നു, ജീവൻ ചലിക്കുന്നു എന്ന് തോന്നും. ചിത്തം ചലിക്കുന്നില്ലെങ്കിലോ ജീവനൊരു ചലനവുമില്ല എന്ന് തോന്നും. സകലത്തും ചിത്തമാണ്. ചിത്തമേവഹി സംസാര, നമ്മുടെ മനസ്സ്, വേറൊന്നും പോണ്ട. ചിത്തം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ്. അതുകൊണ്ട് ചിത്തമേവഹി സംസാര, ചിത്തമാണ് സംസാരം. തത് പ്രയത്നേന ശോധയേത്, എന്ത് വില കൊടുത്തും ആ ചിത്തത്തെ ശുദ്ധീകരിക്കണം. ചിത്തം സർവം ബ്രഹ്മമയം എന്നുറപ്പിക്കുന്നോ നിങ്ങൾ ബ്രഹ്മത്തെ അനുഭവിക്കും. ചിത്തം പരമദുഃഖം അനുഭവിക്കുന്നോ നിങ്ങൾ ദുഃഖിക്കും. ഒരാൾ മരിച്ചു, നമ്മുടെ ചിത്തത്തിന് വല്ലാത്ത ദുഃഖം, ചഞ്ചലത, ദുഃഖം. ഞാൻ ദുഃഖിക്കുന്നു, ആ ചിത്തത്തിലെ പ്രതിബിംബമായ ജീവൻ ഞാൻ ദുഃഖിക്കുന്നു എന്ന് വെറുതെ ഭ്രമിക്കുന്നു. വാസ്തവത്തിൽ ജീവന്, ആത്മാവിന് ഒരു ദുഃഖവുമില്ല. പക്ഷെ ചിത്തം ദുഃഖിക്കുന്നതായി ഭ്രമിക്കുന്നു. അപ്പോൾ ജീവനും, അതിലെ പ്രതിബിംബമായ ജീവനും ദുഃഖിക്കുന്നതായി ഭ്രമിക്കുന്നു. ചിത്തത്തിന് ദുഃഖമില്ലയോ, ജീവന് ദുഃഖമില്ല. ജലപാത്രത്തിലെ ജലം കലങ്ങുന്നില്ലയോ, അതിലെ സൂര്യപ്രതിബിംബത്തിന് കലക്കമില്ല. ജലം കലങ്ങുന്നോ, സൂര്യപ്രതിബിംബം കലങ്ങുന്നതായി തോന്നും. സൂര്യനൊരു കലക്കവുമില്ല. പക്ഷെ വെള്ളം കലങ്ങിയാൽ പ്രതിബിംബം കലങ്ങുന്നതായി തോന്നും. ഇതാണ് നമ്മുടെ ജീവന്റെ സ്ഥിതി. ചിത്തമാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. ആ ചിത്തത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് ആരാ? മായ. ഒരാവശ്യവുമില്ല ഈ ചിത്തത്തിനുണ്ടാവേണ്ട ആവശ്യം തന്നെ ഇല്ല. മായ അങ്ങനെ ഒരു ചിത്തത്തെ ഉണ്ടാക്കി, ഒരു മനസ്സിനെ ഉണ്ടാക്കി. ഇത് അന്വേഷിച്ചൊരുപാട് സ്ഥലത്തൊന്നും പോകില്ല. നമ്മൾ നമ്മെ തന്നെ നിരൂപണം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഇവിടെ ഈ കൗൺസിലിങ്ങും അതും ഇതും ഒക്കെ ഇല്ലേ, മനസ്സിന് സ്വസ്ഥതയില്ല. ഉടനെ ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ടു. അദ്ദേഹം ചില ഉപദേശങ്ങളൊക്കെ നൽകി. അപ്പൊ കുറച്ചൊരു സ്വസ്ഥത കിട്ടി. എന്നുവെച്ചാൽ മനസ്സിനൊരു സ്വസ്ഥത കിട്ടി. അപ്പോ ആത്മാവിനും ജീവനും സ്വസ്ഥത. മുഴുവൻ മായ. എന്തിനിതൊക്കെ ഉണ്ടാക്കുന്നു? ആരാ മായയോട് ആരാ ചോദിക്കുക? അഘടിത ഘടനാപടീയസി മായ. ഇല്ലാത്ത എന്തും ഉണ്ടെന്ന് തോന്നിപ്പിച്ച് യാതൊരു യുക്തിയുമില്ലാതെ ദുഃഖിപ്പിക്കുന്നവളാണ് ഈ മായ. മായ ഉണ്ടാക്കുന്ന ദുഃഖമാണ് ജീവന് ഉണ്ടെന്ന് തോന്നുന്ന ദുഃഖം. ഇത് നിയന്ത്രിക്കാനാണ് നമ്മൾ ഇന്നലെയൊക്കെ ഈ ചർച്ച ചെയ്തതെല്ലാം. ഇവിടെ വാസ്തവത്തിൽ ഒരു ജഗത്തും ഇല്ല. അതാണ് സത്യം.
ഇല്ലാത്ത ജഗത്ത് ജനിക്കുന്നതായി തോന്നുന്നു. ആരാ തോന്നിപ്പിക്കുന്നത്? ഭഗവാന്റെ പരമാത്മാവിന്റെ ഈ മായ മരിക്കുന്നതായി തോന്നിക്കുന്നു. ഒരു നാമവും രൂപവും ഉണ്ടാകുന്നതായി തോന്നിക്കുന്നു, നശിക്കുന്നതായി തോന്നിക്കുന്നു. ആർക്ക് തോന്നിക്കുന്നു? മനസ്സിന്. ആരാ തോന്നിക്കുന്നത്? മായ. എന്തില് തോന്നിക്കുന്നു? വെറുതെ. ഒരു കാര്യവുമില്ല. ഇതാണ് ഈ സംസാരം. ചിത്തമേവ ഹി സംസാരഃ. അതുകൊണ്ട് ആ ചിത്തത്തിൽ പ്രതിബിംബിക്കുന്ന ആത്മാവാണ് ജീവൻ. അപ്പൊ ജീവൻ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നും. ചിത്തം ചലിക്കുമ്പോൾ ജീവൻ ചലിക്കുന്നതായി തോന്നും. ചിത്തം ദുഃഖിക്കുമ്പോൾ ജീവൻ ദുഃഖിക്കുന്നതായി തോന്നും. ഇതൊക്കെ സ്പഷ്ടമല്ലേ? ഒരാൾ മരിച്ചു, അതിൽ തന്നെ ഒരാൾ പല ജീവന്മാരുണ്ട് അടുക്കൽ. ഒരാൾ ദുഃഖിക്കുന്നേ ഇല്ല. ഞാൻ എന്റെ കൃത്യങ്ങളൊക്കെ ചെയ്യുന്നു. വാസിഷ്ഠത്തിലൊരു കഥയുണ്ട്. പുണ്യനെന്നും പുണ്യ പാവനന്മാരുടെ കഥ. ഒരച്ഛനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് 2 മക്കളുണ്ടായി, പുണ്യനെന്നും പാവനനെന്നും. അദ്ദേഹം വളരെ കാലം ജീവിച്ചു, സ്വസ്ഥനായിട്ട് ജീവിച്ചു. ഈ തത്വമൊക്കെ അദ്ദേഹത്തിന് പിടികിട്ടി. അദ്ദേഹം മരിച്ചു. ഇതിൽ ഈ പുണ്യൻ അച്ഛനിൽ നിന്നും തത്വോപദേശമൊക്കെ വാങ്ങി നല്ല ഉറപ്പുള്ളവനായിരുന്നു. പാവനന് അത്രയും ഉറപ്പ് വന്നില്ല. അപ്പോൾ അച്ഛൻ മരിച്ചു. പുണ്യൻ അല്പവും ദുഃഖിച്ചില്ല. എന്നുവെച്ചാൽ മരിക്കും, ഇപ്പൊ എന്ത് ചെയ്യാൻ? അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും സാരമില്ല. ഇത് ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹോ ധ്രുവം ജന്മമൃതസ്യ ച. ജനിച്ചാൽ മരിച്ചേ പറ്റൂ, മരിച്ചാൽ ജനിച്ചേ പറ്റൂ. എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളുടെ മാറ്റമാണ്. ഒരു രൂപം പോയാൽ മറ്റൊരു രൂപം ഉണ്ടായേ പറ്റൂ. ഇതൊക്കെ പുണ്യൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ മരിച്ചപ്പോ പുണ്യൻ അശേഷം ദുഃഖിച്ചില്ല. അച്ഛന് വേണ്ട ഉദകക്രിയകളൊക്കെ ചെയ്തു. പാവനന് അത്രയും ഉറപ്പൊന്നില്ല. അയാളെന്ത് ചെയ്തു? അച്ഛൻ മരിച്ചപ്പോ നെഞ്ചത്തടിച്ചു, വാവിട്ട് നിലവിളിച്ചു, വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. ഒരു വിജന സ്ഥലത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന് കരയുകയാണ്. പുണ്യനോ തന്റെ അച്ഛന്റെ ഉദകക്രിയകളൊക്കെ ചെയ്തു. അതൊരു തന്റെ ജോലി. ഒടുവിൽ അനുജനെ അന്വേഷിച്ചു പോയി. പാവനനെ അന്വേഷിച്ചു ചെന്നപ്പോൾ അയാൾ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് കരയുകയാണ്. അപ്പോൾ ഈ പുണ്യൻ പറഞ്ഞു, അനിയ കഷ്ടം, നീ എന്തിനായി കരയുന്നത്? അച്ഛൻ എല്ലാരെയും പോലെ നമ്മ വളർത്തി നമുക്ക് വേണ്ടതൊക്കെ തന്നു. അച്ഛൻ വയസ്സായി, സ്വാഭാവികമായി അച്ഛൻ മരിച്ചു, ശരീരം ഉപേക്ഷിച്ചു. അതിന് നീ കരയുന്നതെന്തിനാ? അനിയ, അച്ഛൻ തന്നെ ഈ തത്വമൊക്കെ നമ്മെ പഠിപ്പിച്ചതല്ലേ? കരയുന്നത് മഹാമഠയത്വമല്ലേ? ജനിച്ചാൽ മരിച്ചല്ലേ പറ്റൂ. അങ്ങനെ പാവനന് ഈ തത്വമൊക്കെ ഉപദേശിച്ച് അവനെ ശാന്തനാക്കി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാണ് കഥ. അപ്പൊ തത്വ ഉറപ്പ് വന്ന പുണ്യൻ കരഞ്ഞില്ല. ഉറപ്പുവരാത്ത പാവനൻ കരഞ്ഞു. എന്താ വിശേഷം? ആരാ കരഞ്ഞത്? ഉറപ്പുവരാത്ത മനസ്സ്. അപ്പോ ആ മനസ്സിൽ പ്രതിബിംബിച്ചിരുന്ന ആത്മാവ് ദുഃഖിച്ചതുപോലെ തോന്നി ജീവൻ. നേരെ മറിച്ച് പുണ്യൻ എന്ന ചിത്തത്തിൽ അത് നല്ല ഉറപ്പ് വന്നു, കരഞ്ഞില്ല. അതിൽ പ്രതിബിംബിച്ചിരുന്ന ജീവൻ കരഞ്ഞതേ ഇല്ല, തന്റെ ജോലികളൊക്കെ ചെയ്തു. എന്താ ഈ രണ്ടുപേരുടെയും സ്ഥിതി ആലോചിച്ച് നോക്കുക. ഒരാൾ കരഞ്ഞു, മറ്റൊരാൾ കരഞ്ഞില്ല, തന്റെ കൃത്യങ്ങളൊക്കെ അനുഷ്ഠിച്ചു. ഒരാളിന് തത്വബോധമുണ്ടായി. അതുകൊണ്ടാണ് ഇവിടെ ഇതാ രാമൻ തന്നെ പറയുന്നു, തത്വമസ്യാദി മഹാവാക്യർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ.
എടോ ഹനുമാരെ, തത്വമസി എന്ന മഹാവാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കൂ. അത് നീ തന്നെ. ഇതാണ് തത്വം അസി. തത് അത്, ആ പരമാത്മതത്വം. ത്വമസി നീ തന്നെയാണ്. ആ ജഗതീശ്വരന് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം, അത് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. ജനനമരണഭ്രമമൊക്കെ ഈ മായയുണ്ടാക്കുന്ന വെറുമൊരു തോന്നലാണ്. അലോഹന്മാരെ, ഇത് തത്വമസി മഹാവാക്യത്തിന്റെ അർത്ഥം അറിവുള്ളവരിൽ നിന്ന് ഗ്രഹിക്കണം. ഛാന്തോഗ്യോപനിഷത്തിലെ 6-ാം അധ്യായത്തിൽ അച്ഛൻ മകന് 9 പ്രാവശ്യം ഉപദേശിക്കുന്ന ഒരു മഹാവാക്യമാണ് തത്വമസി. തത് ത്വം അസി, അത് നീ തന്നെയാണ്. ആ മഹാസത്യം, പരമാത്മാവ്, ബ്രഹ്മം, അല്ലയോ മകനെ, നീ തന്നെയാണ്. അത് മാത്രമേ ഇവിടെ ആരംഭത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അതേ ഉള്ളൂ. ഇനിമേലും അതേ ഉണ്ടായിരിക്കൂ. അതിൽ മായ ചില നാമരൂപഭ്രമങ്ങൾ ഉണ്ടാക്കി. അതാണ് ഈ ജഗത്തായി തോന്നുന്നത്. ആ നാമരൂപ ഭ്രമങ്ങളാണ്. എന്താ, തലേ ദിവസം ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ വലിയൊരു സ്വർണ്ണക്കട്ടി ഇരിക്കുന്നു. ഒരു 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോ അവിടെ നിരവധി ആഭരണങ്ങളാണ്, സ്വർണ്ണക്കട്ടി കാണാനില്ല. അപ്പൊ അയാളോട് ചോദിച്ചു, എന്താ? അതെ, ആ സ്വർണ്ണക്കട്ടിയാണ് ഈ ആഭരണ നാമരൂപങ്ങളായിട്ടൊക്കെ ഇരിക്കുന്നത്. ഈ ആഭരണ നാമരൂപങ്ങളൊക്കെ വീണ്ടും ഒന്ന് ഉരുക്കി പാകപ്പെടുത്തി കട്ടിയാക്കിയാൽ ആ സ്വർണ്ണക്കട്ടിയാവും. വേണമെങ്കിൽ നമുക്ക് പറയാം, ആ സ്വർണ്ണക്കട്ടി ആഭരണങ്ങളായി ജനിച്ചു. ആ ആഭരണങ്ങളൊക്കെ ഉരുക്കി വീണ്ടും സ്വർണ്ണക്കട്ടിയാക്കിയാൽ ആഭരണങ്ങളൊക്കെ മരിച്ചു. വളയും മാലയും ഒക്കെ മരിച്ചു. ആര് മരിച്ചു? വസ്തുവെല്ലാം അതുപോലും ഉണ്ട്. ഈ പരമാത്മാവിൽ അതുപോലും സംഭവിക്കാൻ സാധ്യമല്ല. അവിടെ സ്വർണ്ണക്കട്ടി വേണമെങ്കിൽ രൂപങ്ങൾ ഉണ്ടാക്കി, രൂപങ്ങളെ ഇല്ലാതാക്കി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഈ പരമാത്മാവാണെങ്കിൽ ആദ്യമേ അത് മാത്രമേ ഉള്ളൂ. അതിനെ പ്രപഞ്ചനാമരൂപങ്ങളാക്കി മാറ്റാൻ ആർക്കും സാധ്യമല്ല. അത് അഖണ്ഡമാണ്, സർവത്ര നിറഞ്ഞിരിക്കുന്നു. സദൈവ സൗമ്യ ഇദം അഗ്രേ ആസീത്. ആ സത്ത് മാത്രമേ, ആ ഉണ്മ മാത്രമേ ആരംഭത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ കഷണം കഷണമായി മുറിക്കാനോ സൂര്യനും ചന്ദ്രനുമാക്കിയൊക്കെ മാറ്റാനോ ആരും തന്നെ ഇല്ല. പിന്നെ മായ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പിച്ചു, അത്രേ ഉള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന ആ ഉണ്മ തന്നെ, അത് മാത്രമേ ഇപ്പോഴും ഉള്ളൂ. ഇനിമേലും ഉണ്ടായിരിക്കൂ. അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചു എന്ന് തോന്നിച്ചതൊക്കെ അതിന്റെ ശക്തിയായ മായ. അതുകൊണ്ടാണ് ഈ മായ ഒരു ഐന്ദ്രജാലിക ശക്തി. അത് മനസ്സിന്റെ തോന്നൽ ഉളവാക്കി. അപ്പോ ആ ബ്രഹ്മം അതിൽ പ്രതിബിംബിച്ചു. ഞാൻ എന്നൊരു തോന്നലുളവായി. അത് ജനിച്ചതായി തോന്നി. കുറെ കഴിഞ്ഞ് അതില്ലാതായി, മരിച്ചതായി തോന്നി. വീണ്ടും ജനിച്ചതായി തോന്നി, വീണ്ടും മരിച്ചതായി തോന്നി. ഇങ്ങനെ അനാദിയായി നടക്കുകയാണ്. വാസ്തവത്തിൽ ഒന്നും ജനിക്കുന്നില്ല, ഒന്നും ഇവിടെ പരിണമിക്കുന്നില്ല, മരിക്കുന്നില്ല. ആ സത്യം മാത്രമേ എന്നും ഉള്ളൂ. ജീവൻ ഉള്ളതായി തോന്നുന്നത് വെറുമൊരു ഭ്രമം.